ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ ദർശനം നടത്തിയത് 95,690 പേരാണ്. മകരവിളക്ക് മഹോത്സവത്തിന് ഇനി 5 ദിവസം മാത്രമാണ് ബാക്കി. ഈ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ എത്താൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ നിയന്ത്രണവും ഏർപ്പെടുത്തും. കാനനപാത വഴി ഇന്നലെ ദർശനത്തിന് എത്തിയത് 12,080 ഭക്തരാണ്. സന്നിധാനത്ത് നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കൂടുതൽ ഭക്തരാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിദിനം 1 ലക്ഷത്തോളം ഭക്തരാണ് ഇപ്പോഴും സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിലും വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് മകരവിളക്കിന് ഇനി വെറും 5 ദിവസം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഈ ദിവസങ്ങളിൽ എത്താറുണ്ട്. ഇത്തവണയും അത്തരത്തിൽ കൂടുതൽ ഭക്തർ എത്തും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇന്നലെ മാത്രം 95,690 ഭക്തരാണ് എത്തിയിരിക്കുന്നത്. ഇത് പോലീസിന്റെ കണക്കാണ്. അനൗദ്യോഗികമായി 1 ലക്ഷത്തിൽ കൂടുതൽ ഭക്തർ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും ഇപ്പോഴും ഭക്തരുടെ ഒരു പ്രവാഹം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും ഉണ്ട്. കൂടുതൽ നിയന്ത്രണം പല ഇടങ്ങളിലും ഏർപ്പെടുത്തും. പ്രത്യേകിച്ച് നിലയ്ക്കൽ മുതൽ തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. നിലയ്ക്കലിൽ വാഹനങ്ങൾക്കടക്കം അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പമ്പ മുതൽ കൂടുതൽ ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പിന്നീട് മരക്കൂട്ടം വഴിയാണ് ഭക്തരെ കടത്തിവിടുക. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അപ്പാച്ചി മേടിലും എല്ലാം തന്നെ ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കാനൻ പാത വഴി ഭക്തർ വരുമ്പോൾ അവിടെയും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തർ കൂടുതലായി എത്തുമ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇവിടെ തമ്പടിച്ച് പർണശാല കെട്ടി ഇവിടെ താമസിക്കാനുള്ള ഒരു സാധാരണ രീതികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പർണശാലകൾ കെട്ടുന്നതിന് അടക്കമുള്ള ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പർണശാല കെട്ടുമ്പോൾ ഇതിനോട് ചേർന്ന് തൊട്ടടുത്ത് അടുപ്പ് കൂട്ടി അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നതടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് സാധാരണ. ഇപ്പോൾ അത്തരത്തിലുള്ള അടുപ്പ് കൂട്ടി അവിടെ തീ കത്തിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നൽകുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ സന്നിധാനത്തെ സംബന്ധിച്ച് വളരെ നിർണായകവും പ്രധാനപ്പെട്ട ദിവസവും കൂടിയാണ്. കാരണം മകരവിളക്കിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. 5 ദിവസം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ